എല്ലാവർക്കും നമസ്കാരം. എഡ്യൂപ്ലസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്ലസ് ടുവിന് ശേഷം ബെസ്റ്റ് കോഴ്സ് ഏതാണ്? സ്കൂൾ വിദ്യാഭ്യാസം കഴിയുമ്പോൾ തന്നെ വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്ന ഒരു കാര്യമാണത്. ആർട്സ് എടുത്താൽ ഓപ്ഷൻസ് കുറവാണോ? സയൻസ് അല്ലെങ്കിൽ കൊമേഴ്സ് ഇല്ലെങ്കിൽ നല്ല കരിയർ കിട്ടില്ലേ? പ്ലസ് ടു സയൻസ് പഠിച്ചവർക്ക് എന്തെല്ലാം ഓപ്ഷൻസ് ഉണ്ട് തുടങ്ങിയ സംശയങ്ങൾ പലതാണ്. സയൻസ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് തുടങ്ങിയ വിഷയങ്ങളിൽ 12th പാസ്സായ വിദ്യാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയ നല്ല കോഴ്സുകൾ ഏതൊക്കെയാണ് എന്ന വിഷയമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം തന്നെ പ്ലസ് ടു സയൻസ് വിഷയങ്ങൾ പഠിച്ചവർക്കുള്ള മികച്ച ഡിഗ്രി, ഡിപ്ലോമ കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ചില കോഴ്സുകളിൽ ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് പഠിച്ചവർക്കും അഡ്മിഷൻ നേടാവുന്നതാണ്. അതുകൊണ്ട് തന്നെ പ്ലസ് ടു കഴിഞ്ഞ എല്ലാവരും ഈ ഭാഗം മിസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ആദ്യം തന്നെ മെഡിക്കൽ ഡിഗ്രി കോഴ്സുകൾ നോക്കാം. ഒരു ഡോക്ടറാകാൻ ആഗ്രഹിക്കുന്നവർക്ക് നീറ്റ് എക്സാം വഴി MBBS, BDS, BVSC, BAMS, BHMS തുടങ്ങിയ കോഴ്സുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഓരോ കോഴ്സിനും വേണ്ട നീറ്റ് സ്കോർ വ്യത്യസ്തമായിരിക്കും. നീറ്റ് ജസ്റ്റ് പാസ്സായവർക്കും MBBS, BVSC കോഴ്സുകളിൽ ഇപ്പോൾ മാനേജ്മെന്റ് സീറ്റുകൾ ലഭ്യമാണ്. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അടങ്ങിയ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോ തീർച്ചയായും കാണാൻ ശ്രമിക്കുക. കൂടാതെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ആഗ്രഹമുള്ളവർക്ക് കമന്റ് ബോക്സിലൂടെ ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. BDS അഥവാ ബാച്ചിലർ ഓഫ് ഡെന്റൽ സർജറി കോഴ്സ് ഡെന്റൽ ഫീൽഡിൽ കരിയർ ആഗ്രഹിക്കുന്നവർക്ക് ഒരു പറ്റിയ കോഴ്സാണ്. പക്ഷേ ഇന്ത്യയിൽ ഡെന്റിസ്റ്റ് കൂടുതലായതിനാൽ ജോലി അവസരങ്ങളും ശമ്പളവും കുറവാണ് എന്ന കാര്യം മനസ്സിലാക്കിയ ശേഷം വേണം ഈ കോഴ്സ് തിരഞ്ഞെടുക്കാൻ. കൂടുതൽ വിവരങ്ങൾക്ക് ഈ ചാനലിൽ BDS കോഴ്സിന്റെ വീഡിയോ കാണാവുന്നതാണ്. BVSC ആൻഡ് അനിമൽ ഹസ്ബൻഡറി കോഴ്സ് വെറ്ററിനറി ഡോക്ടറായി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല ഓപ്ഷനാണിത്. ഇപ്പോൾ കൂടി വരുന്ന പെറ്റ് കൾച്ചർ കാരണം ഈ കോഴ്സിന് നല്ല ഡിമാൻഡും ജോലി സാധ്യതയുമാണ് ഉള്ളത്. കൂടാതെ അധികം ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ തന്നെ സ്വന്തമായി ഒരു ക്ലിനിക്ക് തുടങ്ങാം എന്ന ബെനിഫിറ്റും വെറ്ററിനറി ഡിഗ്രി കഴിഞ്ഞവർക്ക് ഉണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കരിയർ അവസരങ്ങളുള്ള മറ്റൊരു കോഴ്സാണ് BSc നഴ്സിംഗ്. മെഡിക്കൽ ഫീൽഡിൽ ഇന്ത്യയിലും കൂടാതെ വിദേശ രാജ്യങ്ങളിലും ധാരാളം തൊഴിലവസരങ്ങളുള്ള കോഴ്സും നഴ്സിംഗ് തന്നെയാണ്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർക്ക് LBS വഴി കേരളത്തിലെ ഗവൺമെന്റ് കോളേജുകളിലേക്കുള്ള മെറിറ്റ് അഡ്മിഷനെ കുറിച്ചും പ്രൈവറ്റ് കോളേജുകളിലെ മാനേജ്മെന്റ് കോട്ട അഡ്മിഷനെ കുറിച്ചും ഉള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാവുന്നതാണ്. ഇനി മികച്ച ജോലി സാധ്യതയുള്ള ചില പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളെ കുറിച്ച് അറിയാം. അതിനു മുമ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് അല്പമെങ്കിലും ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ മറ്റു കോഴ്സുകളുടെയും ഇന്ത്യയിലും വിദേശത്തുമുള്ള ജോബ് വേക്കൻസികളെ സംബന്ധിച്ച വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെൽ ഐക്കൺ പ്രസ് ചെയ്യാനും മറക്കരുതേ. കേരളത്തിൽ പാരാമെഡിക്കൽ കോഴ്സുകൾ പഠിക്കാൻ താല്പര്യമുള്ളവർ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേരളത്തിൽ BSc പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് സീറ്റ് വളരെ കുറവാണ് എന്നുള്ളതാണ്. അതായത് BSc നഴ്സിംഗ് കോഴ്സിന് കേരളത്തിൽ ഏകദേശം 10,000 സീറ്റുകൾ ഉള്ളപ്പോൾ ഭൂരിഭാഗം പാരാമെഡിക്കൽ കോഴ്സുകൾക്കും 50-ൽ താഴെ മാത്രമാണ് സീറ്റുകൾ ഉള്ളത്. ഉദാഹരണത്തിന് BSc ന്യൂക്ലിയർ മെഡിസിൻ, BSc റേഡിയോതെറാപ്പി, BSc CVT തുടങ്ങിയ കോഴ്സുകൾക്ക് കേരളത്തിൽ സർക്കാർ കോളേജുകളിലും പ്രൈവറ്റ് കോളേജുകളിലും ഉൾപ്പെടെ ഓരോ കോഴ്സിനും മൊത്തം 10-ൽ താഴെ മാത്രമാണ് സീറ്റുള്ളത്. കുറച്ചെങ്കിലും സീറ്റുകൾ കൂടുതലുള്ളത് BSc MLT കോഴ്സിനാണ്. കേരളത്തിൽ സീറ്റ് കുറവായതുകൊണ്ട് തന്നെ നല്ല ഡിമാൻഡുള്ള പാരാമെഡിക്കൽ കോഴ്സുകളിൽ അഡ്മിഷൻ ലഭിക്കാൻ ഏറ്റവും കുറഞ്ഞത് ഏകദേശം 96 മുതൽ 100% വരെ മാർക്ക് വേണ്ടി വന്നേക്കാം. ഇതൊന്നും അറിയാതെ 60% മാർക്കുള്ളവർ പോലും സർക്കാർ കോളേജുകളിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി LBSന്റെ ലാസ്റ്റ് റാങ്ക് ലിസ്റ്റ് വരെ വെയിറ്റ് ചെയ്ത് അവസാനം എങ്ങും അഡ്മിഷൻ കിട്ടാതെ ഒരു വർഷം വേസ്റ്റ് ചെയ്യുന്നത് കാണാറുണ്ട്. ഇനി നല്ല ഡിമാൻഡും വളരെ നല്ല ജോലി അവസരങ്ങളുമുള്ള ചില പാരാമെഡിക്കൽ കോഴ്സുകളെ കുറിച്ച് അറിയാം. ഒന്നാമതായി BSc ന്യൂക്ലിയർ മെഡിസിൻ ആണ്. വളരെയധികം ഡിമാൻഡുള്ള ഒരു റയർ കോഴ്സാണിത്. മാത്രമല്ല ഇന്ത്യയിൽ തന്നെ അപ്പോളോ പോലെയുള്ള വളരെ കുറച്ച് സ്ഥലത്ത് മാത്രമാണ് ഈ കോഴ്സ് ഇപ്പോൾ ഉള്ളത്. കേരളത്തിൽ ആകെയുള്ള സീറ്റ് 10-ൽ താഴെ മാത്രമാണ്. ചില സ്ഥാപനങ്ങൾ ന്യൂക്ലിയർ മെഡിസിൻ കോഴ്സ് കഴിഞ്ഞവർക്ക് തുടക്കത്തിൽ തന്നെ ഒരു MBBS ഡോക്ടറിനേക്കാൾ കൂടുതൽ ശമ്പളം നൽകുന്നുണ്ട്. അഡ്മിഷൻ ഗൈഡൻസിനും കൂടുതൽ വിവരങ്ങൾ അറിയാനും BSc ന്യൂക്ലിയർ മെഡിസിനെ കുറിച്ചുള്ള വീഡിയോ കാണുക. മറ്റൊരു റയർ കോഴ്സാണ് BSc റേഡിയോതെറാപ്പി. ക്യാൻസർ ട്രീറ്റ്മെന്റ് മേഖലയിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നവരാണ് റേഡിയോതെറാപ്പിസ്റ്റുകൾ. ഈ കോഴ്സിനും പൊതുവെ സീറ്റ് കുറവാണ്. കേരളത്തിൽ മൊത്തമുള്ള സീറ്റുകൾ ഏകദേശം 9 മാത്രമാണ്. ചെന്നൈ അപ്പോളോ പോലെയുള്ള ചുരുക്കം ചില സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ മാത്രമാണ് ഈ കോഴ്സുകൾ ലഭ്യമായിട്ടുള്ളത്. മാത്രമല്ല പഠനം കഴിഞ്ഞാൽ പ്ലേസ്മെന്റ് ലഭിക്കുന്നു. അഡ്മിഷൻ ഗൈഡൻസിന് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. വളരെ നല്ല ജോലി സാധ്യതയുള്ള മറ്റൊരു കോഴ്സാണ് BSc റേഡിയോളജി അഥവാ BSc MIT. ഇമേജിംഗ് ഫീൽഡിൽ കരിയർ ആഗ്രഹിക്കുന്നവർക്ക് വളരെ മികച്ച ഓപ്ഷനാണ് BSc മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി. ഈ കോഴ്സിന് കേരളത്തിൽ ഏകദേശം 40 സീറ്റുകൾ മാത്രമാണ് ഉള്ളത്. ഇന്ത്യയിലും വിദേശത്തും വളരെയധികം ജോലി സാധ്യതയുള്ള ഒരു കോഴ്സാണിത്.
നല്ല ജോലി സാധ്യതയുള്ള റേഡിയോളജി കോഴ്സിന് കേരളത്തിന് വെളിയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ എപ്പോഴും ഏറ്റവും മോഡേൺ മെഷീൻസും ഫാക്കൽറ്റിയും ഉള്ള മെഡിക്കൽ കോളേജുകളിൽ മാത്രം പഠിക്കാൻ ശ്രമിക്കുക. പഴഞ്ചൻ മെഷീൻസ് ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും പഠിച്ചാൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലുള്ള ലേറ്റസ്റ്റ് ആയ മെഷീൻസ് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കാതെ വരികയും ഏതെങ്കിലും ടോപ്പ് ഹോസ്പിറ്റലുകളിൽ ജോലി ലഭിക്കുക എന്നത് സാധ്യമല്ലാതെ വരികയും ചെയ്യാം. കോഴ്സ് കഴിഞ്ഞ എല്ലാവർക്കും 100% പ്ലേസ്മെന്റ് നൽകുന്ന ഇന്ത്യയിലെ ടോപ്പ് മെഡിക്കൽ കോളേജുകളിൽ പാരാമെഡിക്കൽ കോഴ്സുകളിൽ അഡ്മിഷൻ നേടാൻ ഗൈഡൻസ് ആവശ്യമുള്ളവർക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. മറ്റൊരു പാരാമെഡിക്കൽ കോഴ്സാണ് BPT അഥവാ ബാച്ചലർ ഓഫ് ഫിസിയോതെറാപ്പി. ഹോസ്പിറ്റൽസ്, റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ്, സ്പോർട്സ് മേഖലകളിൽ അത്യാവശ്യമുള്ള ഡിമാൻഡുള്ള ഒരു കോഴ്സാണിത്. പക്ഷേ BPT പഠിച്ചിറങ്ങിയവർ ഇപ്പോൾ ധാരാളമുണ്ട് എന്നതുകൊണ്ട് നല്ല ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും പഠിച്ച സ്കില്ലുള്ളവർക്കാണ് നല്ല അവസരങ്ങൾ ലഭിക്കുന്നത്. മറ്റൊരു മികച്ച കോഴ്സാണ് BSc ഡയാലിസിസ് ടെക്നോളജി. കിഡ്നി പേഷ്യൻസിന് ഡയാലിസിസ് സപ്പോർട്ട് നൽകുന്ന പ്രൊഫഷണൽസ് ആണ് ഡയാലിസിസ് ടെക്നോളജിസ്റ്റ്. കേരളത്തിൽ ഏകദേശം 50 സീറ്റ് മാത്രമാണ് ഈ കോഴ്സിനുള്ളത്. കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ കൂടിക്കൂടി വരുന്ന ഈ കാലഘട്ടത്തിൽ ഈ കോഴ്സിന് നല്ല ജോലി അവസരങ്ങളുണ്ട്. അടുത്ത ഓപ്ഷനാണ് BSc പെർഫ്യൂഷൻ ടെക്നോളജി. ഹാർട്ട് സർജറി സമയത്ത് വളരെ പ്രധാനപ്പെട്ട റോൾ നിർവഹിക്കുന്നവരാണ് പെർഫ്യൂഷൻ ടെക്നോളജിസ്റ്റുകൾ. നല്ല ഡിമാൻഡുള്ള കോഴ്സാണിത്. കേരളത്തിൽ സീറ്റ് കുറവായതിനാൽ ഡിമാൻഡും കൂടുതലാണ്. ജോലി സാധ്യതയുള്ള പ്രധാനപ്പെട്ട മറ്റ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളാണ് BSc ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി, BSc ക്രിട്ടിക്കൽ കെയർ ടെക്നോളജി, BSc CVT, BSc കാർഡിയാക് കെയർ, BSc MLT, BSc ഫിസിഷ്യൻ അസിസ്റ്റന്റ് തുടങ്ങിയവ. ഈ കോഴ്സുകളിൽ മെറിറ്റ് സീറ്റിലും മാനേജ്മെന്റ് കോട്ടയിലും എങ്ങനെ അഡ്മിഷൻ നേടാം, കോഴ്സ് ഡ്യൂറേഷൻ, ഫീസ് തുടങ്ങിയ എല്ലാ വിവരങ്ങളും ഉൾപ്പെടുന്ന വീഡിയോകൾ ഈ ചാനലിൽ ഇതിനോടകം തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനാൽ തന്നെ ആ വിവരങ്ങൾ വീണ്ടും ഇവിടെ പറയുന്നില്ല. ഈ കോഴ്സുകളുടെ ഡീറ്റെയിൽസ് അറിയാൻ ഈ ചാനലിലുള്ള ഫുൾ വീഡിയോകൾ കാണാവുന്നതാണ്. ഇന്ത്യയിലെ പ്രശസ്തമായ അപ്പോളോ ഹോസ്പിറ്റലിൽ BSc നഴ്സിംഗ് ഉൾപ്പെടെ ഈ പാരാമെഡിക്കൽ കോഴ്സുകൾ എല്ലാം തന്നെ ലഭ്യമാണ്. മാത്രമല്ല കോഴ്സ് കഴിഞ്ഞാൽ 100% പ്ലേസ്മെന്റും നൽകുന്നുണ്ട്. അഡ്മിഷൻ ഗൈഡൻസിനും കൂടുതൽ വിവരങ്ങൾ അറിയാനും കമന്റ് ബോക്സിലൂടെ ഞങ്ങളെ ബന്ധപ്പെട്ടാൽ മറുപടി നൽകുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഏതെങ്കിലും BSc മെഡിക്കൽ കോഴ്സിൽ ചേരുന്നതിന് മുമ്പ് ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഹോസ്പിറ്റലിനെ കുറിച്ച് നല്ലവണ്ണം അന്വേഷിക്കുക. ഹോസ്പിറ്റലിൽ ഒന്നുമില്ലാതെ ഏതെങ്കിലും കോളേജിൽ നിന്ന് പഠിച്ചാൽ ലേറ്റസ്റ്റ് ആയ മെഷീൻസിൽ പരിശീലനം ലഭിക്കില്ല എന്ന് മാത്രമല്ല, ചിലപ്പോൾ ചില കോളേജുകളിൽ മെഷീൻസ് ഒന്നും തന്നെ കാണാനേ സാധിക്കില്ല. അതുകൊണ്ട് മെഡിക്കൽ കോഴ്സുകൾ, പ്രത്യേകിച്ചും പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകൾ, എപ്പോഴും ഒരു നല്ല ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജുകളിലോ മാത്രം പഠിക്കുക. കാരണം ഇന്നത്തെ കാലത്ത് ഹോസ്പിറ്റലുകൾ ഒരു ബിസിനസ് സെറ്റപ്പ് പോലെയാണ് പ്രവർത്തിക്കുന്നത്. നല്ല ചാർജ് ഈടാക്കുന്ന മോഡേൺ ഹോസ്പിറ്റലുകളിൽ നിന്ന് നല്ല സേവനമാണ് രോഗികൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ മോഡേൺ ഹോസ്പിറ്റലുകൾ എപ്പോഴും വെൽ ട്രെയിൻഡ് സ്റ്റാഫിനെയാണ് പ്രിഫർ ചെയ്യുന്നത്. ഈ കാരണം കൊണ്ട് തന്നെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടായതുകൊണ്ട് മാത്രം ഏതെങ്കിലും മോഡേൺ സ്പെഷ്യാലിറ്റി ജോലി ലഭിക്കാൻ സാധ്യതയില്ല എന്ന കാര്യം മനസ്സിലാക്കുക. മാത്രമല്ല ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ ജോലി ചെയ്ത് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് വിദേശ രാജ്യങ്ങളിൽ ജോലി ലഭിക്കാനും ബുദ്ധിമുട്ടായിരിക്കും. ഇനി PCM സബ്ജക്ട് പഠിച്ചവർക്ക് ചേരാൻ കഴിയുന്ന ബെസ്റ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. എഞ്ചിനീയറിംഗ് കോഴ്സുകളിൽ അഡ്മിഷൻ ലഭിക്കാൻ സാധാരണയായി +2 PCM അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് സബ്ജക്ട് നിർബന്ധമാണ്. ഏതെങ്കിലും മാത്സ് പഠിക്കാത്ത വിദ്യാർത്ഥികൾക്കും BCA കോഴ്സിനും എഞ്ചിനീയറിംഗ് കോഴ്സുകളിലും മാത്സ് ബ്രിഡ്ജ് കോഴ്സ് വഴി ചില യൂണിവേഴ്സിറ്റികൾ അഡ്മിഷൻ നൽകുന്നുണ്ട്. ആദ്യം തന്നെ കോഴ്സുകളിൽ BTech കോഴ്സുകളെ കുറിച്ച് അറിയാവുന്നതാണ്. +2 PCM കഴിഞ്ഞവർക്ക് BTech ഒരു ഓപ്ഷനാണ്. ഇപ്പോൾ BTechൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് BTech കമ്പ്യൂട്ടർ സയൻസ് അഥവാ BTech CS-നാണ്. BTech CS-ൽ പല സ്പെഷ്യലൈസേഷൻ ഉണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡാറ്റാ സയൻസ്, സൈബർ സെക്യൂരിറ്റി, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, അതുപോലെ ഇപ്പോൾ ട്രെൻഡിംഗ് ആയ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് പോലുള്ള സ്പെഷ്യലൈസേഷനും ലഭ്യമാണ്. അതുപോലെ BTech മെക്കാനിക്കൽ, സിവിൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് പോലുള്ള കോർ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകൾക്കും ഇപ്പോൾ ഡിമാൻഡുണ്ട്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഡിഗ്രി മാത്രം മതി എന്ന കാലം കഴിഞ്ഞു. ഇപ്പോൾ പഠന മേഖല ഏതായാലും എല്ലാ വിദ്യാർത്ഥികളും അവരുടെ തൊഴിൽ ക്ഷമത, അതായത് എംപ്ലോയബിലിറ്റി സ്കിൽ വർദ്ധിപ്പിക്കുന്നതിനും ആധുനിക തൊഴിൽ വിപണിയിൽ വിജയിക്കുന്നതിനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ പ്രാവീണ്യം നേടേണ്ടത് അത്യാവശ്യമാണ്. മാനേജ്മെന്റ് കോട്ടയിൽ എഞ്ചിനീയറിംഗ് കൂടാതെ BCE അഡ്മിഷൻ നോക്കുന്നവർ കേരളത്തിലെ ടോപ്പ് എഞ്ചിനീയറിംഗ് കോളേജുകളിലും ഇന്ത്യയിലെ തന്നെ മുൻനിര എഞ്ചിനീയറിംഗ് കോളേജുകളായ SRM ചെന്നൈ, PIT വെല്ലൂർ തുടങ്ങിയ കോളേജുകളിലും അഡ്മിഷൻ നേടുന്നതിനുള്ള ഗൈഡൻസിന് കമന്റ് ബോക്സിലൂടെ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. ഇനി +2 ഹ്യൂമാനിറ്റീസ് പാസ്സായവർക്ക് ചെയ്യാൻ കഴിയുന്ന ഡിഗ്രി കോഴ്സുകൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഹ്യൂമാനിറ്റീസ് പഠിക്കുന്നവർക്ക് ഗവൺമെന്റ് ജോബ്, കോർപ്പറേറ്റ് ജോബ്, ബിസിനസ് മീഡിയ, ഡിസൈൻ, ടീച്ചിങ്, AI ഫീൽഡ് തുടങ്ങിയ നിരവധി മേഖലകളിൽ ജോലി അവസരങ്ങൾ ഉണ്ട് എന്നതാണ്. ശരിയായ കോഴ്സ് തിരഞ്ഞെടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
ആദ്യം തന്നെ ബികോം ഡിഗ്രി നോക്കാം. ബാങ്കിങ്, ഫിനാൻസിംഗ്, കൺസൾട്ടിംഗ്, അക്കൗണ്ടിംഗ് തുടങ്ങിയ നിരവധി മേഖലകളിൽ നല്ല കരിയർ ഓപ്ഷനും മികച്ച സ്റ്റാർട്ടിംഗ് സാലറിയും ലഭിക്കാൻ സഹായിക്കുന്ന കോഴ്സാണ് ബികോം അഥവാ ബാച്ചലർ ഓഫ് കൊമേഴ്സ്. ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ വർഷം CUET റാങ്കിന്റെ അടിസ്ഥാനത്തിൽ അപേക്ഷിച്ച വിദ്യാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ പേർ ഓപ്ഷൻ കൊടുത്തത് ബികോം കോഴ്സിനാണ്. അതുതന്നെ ഇതിന്റെ സാധ്യതകൾ എന്തൊക്കെയാണെന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. മികച്ച ജോലി സാധ്യതയാണ് ബികോം കോഴ്സിനെ ഫേവറേറ്റ് ആക്കുന്നത്. ഇനി ട്രഡീഷണൽ ഡിഗ്രി കോഴ്സായി BA പ്രോഗ്രാമിന്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. +2 ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പേർ ചേരുന്ന ഒരു കോഴ്സാണിത്. ചിലർക്ക് ഇതൊരു നോർമൽ ഡിഗ്രി കോഴ്സ് മാത്രമാണ് എങ്കിലും വേറെ ചിലർക്ക് ഇതൊരു ക്ലാസിക് പവർഫുൾ ഓപ്ഷൻ ആയിട്ടാണ് കാണുന്നത്. കാരണം സിവിൽ സർവീസസ്, UPSC, PSC, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ പോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിന് തയ്യാറെടുക്കാൻ ഏറ്റവും അനുയോജ്യമായ കോഴ്സാണ് BA കോഴ്സ്. സിവിൽ സർവീസ് എക്സാമിൽ എഞ്ചിനീയറിംഗ്, സയൻസ് ഇതര വിഷയങ്ങളിൽ ഡിഗ്രി പാസ്സായവർ പോലും മെയിൻ സബ്ജക്റ്റായി എടുക്കുന്നത് BA സബ്ജക്റ്റുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ സിവിൽ സർവീസസ് അല്ലെങ്കിൽ മറ്റ് UPSC, KSA, PSC, SSC പോലുള്ള എക്സാമുകളിൽ ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് ഗ്രാജുവേറ്റ്സിന് എപ്പോഴും ഒരു അഡ്വാൻറ്റേജ് ലഭിക്കാറുണ്ട്. BA കോഴ്സിൽ BA ഇംഗ്ലീഷ്, BA എക്കണോമിക്സ്, BA പൊളിറ്റിക്കൽ സയൻസ്, BA സോഷ്യോളജി, BA സൈക്കോളജി, BA ഹിസ്റ്ററി തുടങ്ങിയ സ്പെഷ്യലൈസേഷൻ തിരഞ്ഞെടുക്കാം. കൂടാതെ BA എക്കണോമിക്സ് കഴിഞ്ഞ ശേഷം ബാങ്കിങ്, ഫിനാൻസ്, റിസർച്ച് മേഖലകളിലും ധാരാളം അവസരങ്ങളുണ്ട്. അടുത്ത ഓപ്ഷനാണ് LLB കോഴ്സ്. ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് ലോ ഒരു സ്ട്രോങ് ഓപ്ഷനാണ്. 5 വർഷത്തെ ഇന്റഗ്രേറ്റഡ് LLB കോഴ്സ് +2 കഴിഞ്ഞാൽ അഡ്വക്കേറ്റായി എൻറോൾ ചെയ്ത് പ്രാക്ടീസ് ആരംഭിക്കാനും ജുഡീഷ്യറി എക്സാംസ് എഴുതി മജിസ്ട്രേറ്റ് ആകാനും അവസരങ്ങൾ ധാരാളമുണ്ട്. ഇപ്പോൾ എല്ലാ ഗ്രാജുവേറ്റ്സിന് കോർട്ട് പ്രാക്ടീസ് മാത്രമല്ല കോർപ്പറേറ്റ് സെക്ടറിലും ധാരാളം അവസരങ്ങൾ ലഭ്യമാണ്. മറ്റൊരു നല്ല കോഴ്സാണ് BA മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം. മീഡിയ ഫീൽഡിൽ ജോലി ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് BA ജേർണലിസം അല്ലെങ്കിൽ മാസ് കമ്മ്യൂണിക്കേഷൻ നല്ല ഓപ്ഷനാണ്. TV ചാനൽസ്, ഓൺലൈൻ മീഡിയ, ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ്, കോണ്ടന്റ് റൈറ്റിംഗ്, PR ഏജൻസീസ് ഇവിടെ എല്ലാം അവസരങ്ങളുണ്ട്. കൂടാതെ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കണ്ടന്റ് ക്രിയേഷൻ പോലുള്ള സെൽഫ് എംപ്ലോയ്മെന്റ് ഓപ്ഷനുകളും നിരവധിയാണ്. വേറൊരു ഓപ്ഷനാണ് ഫാഷൻ ഡിസൈൻ, ഫൈൻ ആർട്സ് ആൻഡ് ഗ്രാഫിക് ഡിസൈൻ. ക്രിയേറ്റീവ് മൈൻഡ് ഉള്ളവർക്ക് ഫാഷൻ ഡിസൈനിങ്, ഇന്റീരിയർ ഡിസൈനിങ്, അനിമേഷൻ, ഗ്രാഫിക് ഡിസൈനിങ് പോലുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കാം. ഗ്രാഫിക് ഡിസൈൻ പഠിച്ചാൽ അഡ്വർടൈസിംഗ് ഏജൻസീസ്, IT കമ്പനീസ്, ഫ്രീലാൻസിംഗ് പ്ലാറ്റ്ഫോംസ് എന്നിവിടങ്ങളിൽ ജോലി ലഭിക്കുന്നതാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വരവോടെ നോർമൽ ഡിസൈനിങ് ജോബ്സ് അവസരങ്ങൾ കുറവാണെങ്കിലും AI ഉപയോഗിച്ച് ബെറ്റർ ഔട്ട്പുട്ട്സ് കൊടുക്കാൻ പറ്റുന്നവർക്ക് ഇപ്പോൾ വലിയ സാധ്യതകളാണ് ഉള്ളത്. ഡിജിറ്റൽ മാർക്കറ്റിംഗിനൊപ്പം തന്നെ AI സ്കിൽ കൂടി കമ്പൈൻ ചെയ്താൽ വളരെ നല്ല സ്കോപ്പാണ് ഈ മേഖലയിൽ ഇന്നുള്ളത്. അടുത്ത ഓപ്ഷനാണ് ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് ടൂറിസം. സർവീസ് ഇൻഡസ്ട്രിയിൽ കരിയർ ആഗ്രഹിക്കുന്നവർക്ക് ഹോട്ടൽ മാനേജ്മെന്റ് നല്ല ഓപ്ഷനാണ്. ഹോട്ടൽസ്, എയർലൈൻസ്, ക്രൂസ് ലൈൻസ്, ടൂറിസം കമ്പനീസ് എല്ലായിടത്തും അവസരങ്ങൾ ധാരാളമുണ്ട്. ധാരാളം വിദേശ ജോലി സാധ്യതകളുള്ള ഒരു മേഖല കൂടിയാണിത്. പ്രത്യേകിച്ചും ക്രൂസ് ഷിപ്പുകളിലും മറ്റും ധാരാളം അവസരങ്ങളും നല്ല പാക്കേജുമാണ് ലഭിക്കുന്നത്. മറ്റൊരു ഓപ്ഷനാണ് BBA. കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് ഒരു നല്ല ഓപ്ഷനാണ് BBA കോഴ്സുകൾ. ഒരു മാനേജ്മെന്റ് ഓറിയന്റഡ് ഡിഗ്രി കോഴ്സായി BBA, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, കോർപ്പറേറ്റ് ഫീൽഡ് എന്നിവയിലേക്കുള്ള എൻട്രി ലഭിക്കുന്നതിന് ഇത് സഹായിക്കും. ബിസിനസ് ഫീൽഡ് ഇഷ്ടമുള്ളവർക്ക് BBA പ്രോഗ്രാം വളരെ നല്ലൊരു ഓപ്ഷനാണ്. BBA കഴിഞ്ഞ് MBA ചെയ്താൽ മൾട്ടിനാഷണൽ കമ്പനീസിൽ മാനേജ്മെന്റ് റോൾസ് ലഭിക്കാം. ഒരു സംരംഭകനാകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു നല്ല സോളിഡ് ഫൗണ്ടേഷൻ കോഴ്സാണിത്. ഇപ്പോൾ BBAയിൽ പല സ്പെഷ്യലൈസേഷൻ ഓപ്ഷൻസ് ഉണ്ട്. BBA ഏവിയേഷൻ, BBA ലോജിസ്റ്റിക്സ്, BBA ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, BBA ഫിനാൻസ്, BBA മാർക്കറ്റിംഗ് തുടങ്ങിയവ. ഏവിയേഷൻ സെക്ടർ, ലോജിസ്റ്റിക്സ് ഇൻഡസ്ട്രി, കൊമേഴ്സ് കമ്പനീസ് എന്നിവ വളരുന്ന ഈ കാലഘട്ടത്തിൽ ഈ കോഴ്സിന് ജോലി അവസരങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്. എഞ്ചിനീയറിംഗ്, മാനേജ്മെന്റ്, എക്കണോമിക്സ്, അക്കൗണ്ടൻസി തുടങ്ങിയ മേഖലകളിലെ കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഈ AI കാലഘട്ടത്തിൽ നിങ്ങളുടെ മേഖലയിൽ നിങ്ങൾക്കുള്ള എക്സ്പെർട്ടൈസിന് ഒപ്പം തന്നെ നിങ്ങളുടെ ഫീൽഡിൽ ആവശ്യമുള്ള AI സ്കില്ല് നേടേണ്ടത് ഇന്ന് വളരെ അത്യാവശ്യമാണ്. നിങ്ങളുടെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും കൂടി ചേർന്നുള്ള സ്കില്ലാണ് ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ ഭാവി നിശ്ചയിക്കുക. ഇന്നത്തെ കാലത്ത് നിങ്ങൾ ഏത് പഠിച്ചു എന്നതിലുപരി നിങ്ങളുടെ സ്കിൽ എന്താണെന്നതാണ് പ്രധാനം. അതായത് നിങ്ങളുടെ എംപ്ലോയബിലിറ്റി സ്കിൽ. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഒരു എംപ്ലോയർ നോക്കുന്നത് അവരുടെ സ്ഥാപനത്തിൽ ഒരു പ്രത്യേക ജോലിക്ക് ആവശ്യമായ സ്കിൽ നിങ്ങൾക്കുണ്ടോ എന്നതാണ് പ്രധാനം. ഇനി +2 സയൻസ് പഠിച്ചവർക്കും അതുപോലെ ഹ്യൂമാനിറ്റീസും കൊമേഴ്സും പഠിച്ചവർക്കും ചേരാൻ കഴിയുന്ന
മെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളും മറ്റു മേഖലകളിലെ ഡിപ്ലോമ കോഴ്സുകളും ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമേ തന്നെ പറയാനുള്ളത് GNM അഥവാ ജനറൽ നഴ്സിംഗ് കോഴ്സിനെ കുറിച്ചാണ്. പ്ലസ് ടുവിൽ സയൻസ് പഠിക്കാത്തവർക്ക് നഴ്സിംഗ് മേഖലയിൽ ജോലി ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു കോഴ്സാണിത്. GNM അഥവാ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സ്. ഇന്ത്യയിലും വിദേശത്തും നഴ്സിംഗ് മേഖലയിൽ ധാരാളം അവസരങ്ങളാണ് ഉള്ളത്. GNM കഴിഞ്ഞാൽ ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്ക് 2 വർഷത്തെ പോസ്റ്റ് BSc നഴ്സിംഗ് കോഴ്സിനും ചേരാവുന്നതാണ്. അടുത്ത ഡിപ്ലോമ കോഴ്സാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഓൺലൈൻ പ്രസൻസ് ഇല്ലാത്ത ഒരു ബിസിനസ് ഇന്ന് കാണാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ AI, പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്, SEO, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ഗൂഗിൾ ആഡ്സ്, കോണ്ടന്റ് മാർക്കറ്റിംഗ് ഇവ പഠിച്ചവർക്ക് ഇപ്പോൾ ഫ്രീലാൻസറായി വർക്ക് ചെയ്യാനും അല്ലെങ്കിൽ ജോലി ചെയ്യാനും നിരവധി അവസരങ്ങളുണ്ട്. ഈ കോഴ്സുകൾ കൂടാതെ പ്ലസ് 2 കഴിഞ്ഞ ശേഷം ഉടൻ തന്നെ ഏതെങ്കിലും ഒരു ജോലിയിൽ പ്രവേശിക്കാൻ താല്പര്യമുള്ളവർക്ക് യോജിക്കുന്ന 2 വർഷത്തെ നിരവധി കോഴ്സുകളും ഇപ്പോൾ ലഭ്യമാണ്. കേരളത്തിൽ പ്ലസ് 2 പാസ്സായവർക്ക് ചേരാൻ സാധിക്കുന്ന ഗവൺമെന്റ് അംഗീകൃത ഡിപ്ലോമ കോഴ്സുകൾ ഇവയാണ്. 1. TTC അതായത് ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ്. പ്ലസ് 2 പഠന ശേഷം 2 വർഷത്തെ പഠനം കൊണ്ട് തന്നെ ഒരു ടീച്ചറാകാൻ സഹായിക്കുന്ന ഒരു കോഴ്സാണിത്. കേരളത്തിൽ ഗവൺമെന്റ് കോളേജുകളിലും പ്രൈവറ്റ് മാനേജ്മെന്റ് കോളേജുകളിലും ഈ കോഴ്സിന് അപേക്ഷിക്കാവുന്നതാണ്. 2. ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ്. പ്ലസ് 2 പാസ്സായവർക്ക് ഈ കോഴ്സിൽ ചേരാൻ സാധിക്കും. മെറിറ്റ് സീറ്റും മാനേജ്മെന്റ് സീറ്റും ലഭ്യമാണ്. 2 വർഷമാണ് കോഴ്സിന്റെ കാലാവധി. 3. പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകൾ. മെഡിക്കൽ രംഗത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് 2 വർഷത്തെ പഠനം കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ജോലി ലഭിക്കുന്ന കോഴ്സാണിത്. കേരളത്തിലെ ഗവൺമെന്റ് കോളേജുകളിലും പ്രൈവറ്റ് കോളേജുകളിലും നടത്തുന്ന സർക്കാർ അംഗീകാരമുള്ള പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകൾ ഇവയാണ്. 1. MLT ഡിപ്ലോമ. 2. റേഡിയോളജി ഡിപ്ലോമ. 3. ഡെന്റൽ അസിസ്റ്റന്റ് ഡിപ്ലോമ. 4. ഓപ്പറേഷൻ തിയേറ്റർ ഡിപ്ലോമ. 5. ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നോളജി. 6. ഡിപ്ലോമ ഇൻ റെസ്പിറേറ്ററി ടെക്നോളജി. 7. ഡിപ്ലോമ ഇൻ കാർഡിയോവാസ്കുലർ ടെക്നോളജി. 8. ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ ഡിപ്ലോമ. 9. ഡിപ്ലോമ ഇൻ ഡെന്റൽ ഹൈജീൻ. പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളിൽ ചേരാൻ വേണ്ട യോഗ്യത, ഫീസ്, കോളേജുകളുടെ വിവരങ്ങൾ, എങ്ങനെ അപേക്ഷിക്കാൻ തുടങ്ങിയ വിശദ വിവരങ്ങൾ അടങ്ങിയ വീഡിയോ ഈ ചാനലിൽ ഇതിനോടകം തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് കാണാവുന്നതാണ്. അവസാനമായി ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ മറ്റു മെഡിക്കൽ കോഴ്സുകളെ സംബന്ധിച്ചുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനുമായി ബെൽ ഐക്കൺ പ്രസ് ചെയ്യാനും മറക്കരുതേ. കൂടാതെ ഇന്ത്യയിലും വിദേശത്തുമുള്ള ജോലി അവസരങ്ങളെക്കുറിച്ചും MBBS മാനേജ്മെന്റ് കോട്ട, BDS, വെറ്റിനറി, BSc നഴ്സിംഗ്, BPT, BSc ന്യൂക്ലിയർ മെഡിസിൻ, BSc റേഡിയോളജി, BSc റേഡിയോ തെറാപ്പി, PhD പ്രോഗ്രാംസ്, പിന്നെ പ്ലേസ്മെന്റ് ഉള്ള പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകൾ തുടങ്ങിയ നിരവധി വീഡിയോകളും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അവ കാണാവുന്നതാണ്. മാത്രമല്ല അഡ്മിഷൻ ഗൈഡൻസിനായി ഞങ്ങളെ ബന്ധപ്പെടാവുന്നതുമാണ്. നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിച്ചാൽ മറുപടി തരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. നന്ദി, നമസ്കാരം.